നമസ്കാരം. ഞാൻ ഡോക്ടർ അക്ഷയ് വിജയൻ, കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ്, മെഡിട്രീന ഹോസ്പിറ്റൽ, കൊല്ലം. ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വൃക്കരോഗങ്ങളുടെ ചില ആദ്യ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് ഒരു ജോഡി വൃക്കകളാണ് ഉള്ളത്. അവ നട്ടെല്ല് ഇരുവശത്തുമായി സ്ഥിതി ചെയ്യപ്പെടുന്നു. വൃക്കകളുടെ പ്രധാന ഫംഗ്ഷൻ എന്നാൽ നമ്മുടെ ബോഡിയിലെ മാലിന്യങ്ങളെല്ലാം മൂത്രം വഴി പുറന്തള്ളുകയും രക്തം ശുദ്ധീകരിക്കുകയും എന്നുള്ളതാണ്. എന്നാൽ ഇതല്ലാതെ മറ്റ് പല പ്രവർത്തനങ്ങളും കിഡ്നി നിർവഹിക്കുന്നു. ലൈക്ക് നമ്മുടെ ബോഡിയിലെ ജലത്തിൻ്റെയും മറ്റ് ലവണങ്ങളുടെയും അളവ് നിയന്ത്രിക്കുക, നമ്മുടെ എല്ലിന് ശക്തിയേക്കുന്ന വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസ് അതിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എർത്രോപോയിറ്റിൻ എന്ന സുപ്രധാന ഹോർമോണിൻ്റെ ഉൽപ്പാദനം, നമ്മുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുക എന്നുള്ളവയാണ് വൃക്കകൾ നിർവഹിക്കുന്ന മറ്റ് പ്രധാന ഫങ്ഷൻസ്. വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങുന്നു. എന്നാലും വൃക്കരോഗങ്ങളിൽ ആദ്യ ലക്ഷണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അത് രോഗം വർദ്ധിച്ചതിനു ശേഷം മാത്രം ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികളും കുടുംബത്തിൽ വൃക്കരോഗികളോ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളോ ആയിട്ടുള്ള വ്യക്തികളാണ് ഈ ലക്ഷണങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് വൃക്കരോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ മുഖത്തോ കാലുകളിലോ അനുഭവപ്പെടുന്ന നീര്, മൂത്രത്തിലുണ്ടാകുന്ന കളർ വ്യത്യാസം, അമിതമായിട്ടുള്ള പത, രക്തക്കുറവുണ്ടാകുന്നു, അതുമൂലമുണ്ടാകുന്ന അമിതമായിട്ടുള്ള വിളർച്ച, കിതപ്പ് അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ, രാത്രി ഉറങ്ങിയതിനു ശേഷം മൂത്രം പോകാൻ പലതവണ എണീക്കുക എന്നുള്ളവയാണ് വൃക്കരോഗങ്ങളുടെ ചില ആദ്യ ലക്ഷണങ്ങളായി കണ്ടുവരുന്നത്. അപ്പോൾ ഈ രോഗലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നെഫ്രോളജിസ്റ്റുമായി ഉടൻ ബന്ധപ്പെടുകയും വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം നടത്തേണ്ടതും അനിവാര്യമാണ്. ഈ വർഷത്തെ വേൾഡ് കിഡ്നി ഡേയുടെ തീമും ഇത് തന്നെയാണ്, ഡിറ്റക്ട് ഏർലി ആൻഡ് പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നുള്ളതാണ്. അപ്പം പല രോഗങ്ങളും നമുക്ക് ഏർലി ആയി ഡിറ്റക്ഷനിലൂടെ നമ്മുടെ ഇപ്പോൾ ഉള്ള നിലവിലെ ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് പ്രോഗ്രഷൻ തടയാൻ കഴിയുന്നതും, അതുവഴി ഈ വൃക്കരോഗങ്ങൾ പലതും ഏർലി ഡിറ്റക്ഷനിലൂടെ നമുക്കതിൻ്റെ പ്രോഗ്രഷൻ തടയാൻ കഴിയുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ജീവിതത്തിനായി നമുക്ക് നമ്മളുടെ വൃക്കാരോഗ്യവും സംരക്ഷിക്കാം. നന്ദി, നമസ്കാരം.